ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൊല്യൂഷൻ മേക്കറിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു USB ലാമ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്നതിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ വീട്ടിലെ പഴയ കേട് വന്ന എമർജൻസി ലാമ്പും അതുപോലെ തന്നെ ഒരു ചെറിയ USB OTG കേബിളും ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇതുപോലത്തെ ഒരു USB ലാമ്പ് നമുക്ക് മൊബൈലിൽ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു USB ലാമ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വർക്കിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമുക്കിതിൻ്റെ വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു കേബിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ 4 വയറുണ്ടാകും. അപ്പോൾ നമ്മളിപ്പോൾ ചാർജറാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇന്നർ പാർട്ട് എനിക്കൊന്ന് കാണിച്ചു തരാം. ഏകദേശം ഇതുപോലെ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ അകത്ത് 4 പിന്നുണ്ടാകും. അതിൽ നടുക്കത്തെ 2 പിന്നിൻ്റെ വയർ നമ്മൾ ഒഴിവാക്കണം. 2 തലക്കത്തെ വയർ മാത്രമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളതാണ് ഈ വയർ. ഇതിൽ 4 വയറുണ്ട്. ആ 2 തലക്കത്തെ വയറാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 വയറാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. സോ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് നമ്മളെ USB OTG കേബിൾ അതിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു OTGയുടെ ഈ ഒരു ക്യാപ്പിൽ നമ്മുടെ USB കേബിൾ കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ 2 വയറുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2 വയർ, ഈ 2 വയറിലേക്ക് നമ്മുടെ LED ബൾബിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വെക്കുക. ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ച ആ ഒരു വയർ ഡിസ്കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാച്ച് ചെയ്ത് വെച്ച ആ വയറുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്യുക. ജസ്റ്റ് ഷോൾഡറിങ് ആണുള്ളവർക്ക് അത് ഉപയോഗിച്ച് ചെയ്യാം, അല്ലാത്തവർക്ക് ഇതുപോലെ അങ്ങനെ പിരിച്ചു വെക്കാം. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ഗൈസ്, 2 വയറും നന്നായിട്ട് ജോയിൻ്റ് ചെയ്തതിന് ശേഷം നമ്മളിനി അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വയർ ഇതിൽ ഗം ചെയ്ത് ഒട്ടിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഈ വയർ ഒരുപാട് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കുക. അതിനുശേഷം ചെറിയൊരു സെല്ലോ ടാപ്പോ മറ്റെന്തെങ്കിലും ചെറിയ ടാപ്പ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഇവിടെ ഗം ചെയ്ത് ഒട്ടിക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ഗ്ലൂ ഗണ്ണാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗമ്മാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗമ്മാണോ എന്ന് വെച്ചാൽ ആ ഗം എടുത്തിട്ട് നന്നായിട്ട് ഒട്ടിക്കുക. കാരണം ഇത് നല്ല ഉറപ്പിൽ നിൽക്കണം. കാരണം നമ്മളിത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഊരിപ്പോരാൻ പാടില്ല. ഇനി നമുക്ക് ഈ ബൾബ് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഫോണുമായിട്ട് ഇതുപോലെ OTG കേബിൾ കണക്ട് ചെയ്യുക. അതിനുശേഷം ഇത് രണ്ടും കൂടി കണക്റ്റ് ആക്കുക. വോയിസ് നിങ്ങൾക്കിവിടെ കാണാം, നമ്മുടെ എല്ലാ ബൾബും ഗ്ലോ ചെയ്യുന്നുണ്ട്. വോയിസ് ഇതിപ്പോൾ ഒരു സേഫ്റ്റി ആയിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് കവർ ചെയ്തെടുക്കണം. അതിനായിട്ട് നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ ആദ്യം ജോയിൻ്റ് ചെയ്ത് വെച്ച പോസിറ്റീവും നെഗറ്റീവും നമ്മൾ ജോയിൻ്റ് ചെയ്ത് വെച്ച ആ ഒരു ഭാഗത്ത് സെല്ലോ ടേപ്പ് യൂസ് ചെയ്യുക. ബാലൻസ് വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ എൻഡിൽ കൂടി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇത് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് കാണാം എല്ലാ ബൾബുകളും ഗ്ലോ ചെയ്യുന്നുണ്ട്. ഇനി ഇതൊരിക്കലും ഷോർട്ടാവില്ല. അതിനാണ് നമ്മളിവിടെ
ടാപ്പ് യൂസ് ചെയ്തത്. നിങ്ങൾ ടാപ്പ് യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, നെഗറ്റീവും പോസിറ്റീവും വയറും കൂടി ജോയിൻ്റ് ആവാൻ പാടില്ല. അപ്പോൾ ഗൈസ് നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, ₹1 പോലും ചിലവില്ലതിന്. കേടെന്ന പഴയ എമർജൻസി ലാമ്പിൽ നിന്നാണ് ഈ LED എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ കേബിൾ എന്ന് പറഞ്ഞാൽ പഴയ ചാർജർ മാത്രം കട്ട് ചെയ്യുക, പുതിയതൊന്നും ആരെടുത്ത് കട്ട് ചെയ്യരുത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിൽ കണ്ടുമുട്ടുന്നതിലേക്കും